Hi, this is Rajni from High Top Education. Today we are going to discuss the chapter from Indian classical literature. The first block, Kalidasa Abhijnana Shakuntala. ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള കാളിദാസ അഭിജ്ഞാന ശാകുന്തളം എന്നുള്ള ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിയർ ദ യൂണിറ്റ് 1 ഇന്ത്യൻ ഈസ്തറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഇത് ബ്ലോക്ക് ഫസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാളിദാസ ആൻഡ് അഭിജ്ഞാന ശാകുന്തള, കാളിദാസനെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദ മോസ്റ്റ് ഫേമസ് വർക്ക് ആയിട്ടുള്ള അഭിജ്ഞാന ശാകുന്തളത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആരാണ് കാളിദാസൻ? സാൻസ്ക്രിറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് ഡ്രാമാറ്റിസ്റ്റും അതുപോലെ പോയറ്റുമായിട്ടുള്ള കാളിദാസൻ. ഹി വാസ് നോൺ ആസ് ഇന്ത്യൻ ഷേക്സ്പിയർ. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന ഡ്രാമാറ്റിസ്റ്റ് ആണ് കാളിദാസൻ. അദ്ദേഹത്തിന്റെ ദ മോസ്റ്റ് ഫേമസ് വർക്കാണ് അഭിജ്ഞാന ശാകുന്തളം. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ക്ലാസിക്കൽ ഡ്രാമ, ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ആരംഭഘട്ടങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. So here the first here given Indian classical drama. Drama existed in many ancient civilizations like Greece, China and India. It is difficult to say exactly when Indian drama began. Scholars believe it slowly developed over many years. അതായത് ഡ്രാമ, നാടകം എന്നുള്ളത് എന്താണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അതായത് പുരാതന ഗ്രീക്ക് കാലഘട്ടങ്ങളിൽ തന്നെ എന്തുണ്ട്, ഡ്രാമ ഉണ്ട്. പിന്നീടാണ് ചൈനയിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു സേ എക്സാക്ട്ലി വെൻ ഇന്ത്യൻ ഡ്രാമ ബിഗാൻ. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ പറയാൻ സാധിക്കില്ല എന്നാണ് ഇന്ത്യൻ ഡ്രാമ, അതായത് ഇന്ത്യൻ നാടകങ്ങൾ ആരംഭിച്ചു എന്നുള്ളത്. പുരാതന ഗ്രീക്ക് കാലഘട്ടങ്ങളിലൊക്കെ നാടകങ്ങളുണ്ട്. സ്കോളേഴ്സ് ബിലീവ് ഇറ്റ് സ്ലോലി ഡെവലപ്ഡ് ഓവർ മെനി ഇയേഴ്സ്. പക്ഷെ സ്കോളേഴ്സ് വിശ്വസിക്കുന്നു, എന്താ വിശ്വസിക്കുന്നത്, വർഷങ്ങളായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നതാണെന്ന്. ഇന്ത്യൻ ഡ്രാമയ്ക്ക്, ഇന്ത്യൻ നാടകങ്ങൾക്ക് ഹാസ് ഇറ്റ്സ് റൂട്ട്സ് ഇൻ ദ വേദാസ് ആൻഡ് വേദിക് റിലീജിയസ് റിച്വൽസ്. ദ മഹാഭാരത ഓൾസോ മെൻഷൻസ് ആക്ടേഴ്സ് കോൾഡ് നാട. ഇതിനകത്ത് ഇന്ത്യൻ നാടകങ്ങൾ തുടങ്ങിയിട്ടുള്ളത് വേദങ്ങളിൽ നിന്നും വേദ ഉപനിഷത്തുകളിൽ നിന്നൊക്കെയാണ്. അതിൽ തന്നെ മഹാഭാരതത്തിൽ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, ആക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ദേ കോൾഡ് ഇറ്റ് നട. നട മീൻസ് എന്താണ്, ആക്ടേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, നട എന്ന് പറയുന്നത്. The most important book on drama is the നാട്യശാസ്ത്ര. ഡ്രാമയിലെ, നാടകത്തിലെ ഏറ്റവും വളരെ ഫേമസ് ആയതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ് നാട്യശാസ്ത്ര. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഭരതമുനി. ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്ക്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ ഡ്രാമ. ഇന്ത്യൻ നാടകങ്ങളുടെ റൂൾസ് അതുപോലെ തന്നെ അതിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. Some scholars think Greek drama influenced Indian drama because both have similar themes. ചില സ്കോളേഴ്സ് വിശ്വസിക്കുന്നുണ്ട്, അതായത് ഗ്രീക്ക് നാടകങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ നാടകങ്ങൾ ഉണ്ടായത് എന്നുള്ളത്. കാരണം എന്താണ്, ബോത്ത് ഹാവ് സിമിലർ തീംസ്. രണ്ടിനും ഒരേപോലുള്ള തീമുകളായിരുന്നു. ഹവർ ഇന്ത്യൻ ഡ്രാമ ഈസ് വെരി ഡിഫറെന്റ്. പക്ഷെ ഇന്ത്യൻ ഡ്രാമ എന്താണ്, വളരെ ഡിഫറെന്റ് ആണ്. മുമ്പ് ആളുകൾ എന്ത് ചെയ്തിരുന്നു, സ്കോളേഴ്സ് വിശ്വസിച്ചിരുന്നു ഗ്രീക്ക് ഡ്രാമയും അതുപോലെ ഗ്രീക്ക് ഡ്രാമയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തതാണ് ഇന്ത്യൻ ഡ്രാമ എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അല്ല. ഇന്ത്യൻ ഡ്രാമ ഈസ് വെരി ഡിഫറെന്റ്, വളരെ ഡിഫറെന്റ് ആണ്. എങ്ങനെയാണ് ഡിഫറെന്റ് ആയത്? ബിക്കോസ് ദ ഫസ്റ്റ് വൺ ഈസ് ഇന്ത്യൻ പ്ലേസ് ഇൻക്ലൂഡ് ഗോഡ്സ്, ഗോഡസ്, മ്യൂസിക് ആൻഡ് ഡാൻസ്. ഇന്ത്യൻ നാടകങ്ങൾ, അതായത് ഇന്ത്യൻ പ്ലേസിന് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? ഇറ്റ് ഇൻക്ലൂഡ് ഗോഡ്സ്, ദൈവങ്ങളെ കുറിച്ച്, ദേവതകളെ കുറിച്ച്, ഗോഡ്സുകളെ കുറിച്ചിട്ടും ഒക്കെ എന്ത് ചെയ്തു. അതുപോലെ തന്നെ മ്യൂസിക്കിനും ഡാൻസിനും ഒക്കെ എന്ത് ചെയ്തു, ഇമ്പോർട്ടൻസ് കൊടുത്തു. They do not follow the Greek rule of the 3 unities, one time, one place, one action. ഒരിക്കൽ പോലും ഗ്രീക്ക് റൂൾ പോലുള്ള, അതായത് 3 യൂണിറ്റീസ് എന്നുള്ള ഒരു സിസ്റ്റം ഒരിക്കലും ഇന്ത്യൻ ഡ്രാമ ഫോളോ ചെയ്തിട്ടില്ല. എന്താണ് 3 യൂണിറ്റീസ്? വൺ ടൈം, അല്ലെ, ഒരു സമയം, വൺ പ്ലേസ്, വൺ ആക്ഷൻ, ഒരു സമയം, ഒരു സ്ഥലം, ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇന്ത്യൻ ഡ്രാമ പോയിട്ടില്ല. അതൊക്കെ ഗ്രീക്ക് ഡ്രാമയിലാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഡ്രാമ ഓൾസോ റിസീവ്ഡ് ഇൻഫ്ലുവൻസ് ഫ്രം ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ ട്രഡീഷൻസ്. ബുദ്ധമതത്തിൽ നിന്നും അതുപോലെ തന്നെ ബുദ്ധമതം, ജൈനമതം, ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒന്നുകൂടിയാണ് ഇന്ത്യൻ ഡ്രാമ. ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ ഡെവലപ്ഡ് ഫ്രം മെനി കൾച്ചറൽ ഇൻഫ്ലുവൻസസ്. ഒരുപാട് സാംസ്കാരികമായതും മറ്റുള്ള രീതിയിൽ നിന്നൊക്കെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉള്ളതാണ് എന്ത്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇന്ത്യൻ ഡ്രാമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അത് ഏത് കാലഘട്ടങ്ങളിൽ ആരംഭിച്ചു എന്നുള്ളത് പറയാൻ സാധിക്കില്ല. പക്ഷെ വർഷങ്ങളോളം എടുത്തിട്ടാണ് എന്ത് ചെയ്തത് ഇന്ത്യൻ നാടകങ്ങൾ ഡെവലപ്പ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. കാരണം മഹാഭാരതത്തില് നടന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, നട എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നാട്യശാസ്ത്രത്തിൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഡ്രാമയുടെ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷെ ചില സ്കോളേഴ്സ് പറയുന്നുണ്ട് ഗ്രീക്ക് ഡ്രാമയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ ഡ്രാമ ഉണ്ടായതെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും അങ്ങനെയല്ല. ഇന്ത്യൻ ഡ്രാമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇമ്പോർട്ടൻസുകൾ, അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള കുറെ ഫാക്ടേഴ്സുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് സാൻസ്ക്രിറ്റ് ഡ്രാമയെ കുറിച്ചിട്ടാണ്. എന്താണ് സാൻസ്ക്രിറ്റ് ഡ്രാമ, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ഹാസ് മെനി ഡ്രാമാറ്റിക് ട്രഡീഷൻസ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ഇന്ത്യക്ക് ഒരുപാട് ഡ്രാമാറ്റിക് ട്രഡീഷൻസ് ഉണ്ട്. ബട്ട് സാൻസ്ക്രിറ്റ് ഡ്രാമ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ഫേമസ്. അല്ലെ, ഇന്ത്യക്ക് ഒരുപാട് നാടക എന്തുണ്ട് അല്ലെ, ട്രഡീഷൻസുകൾ ഉണ്ട്. പക്ഷെ എന്തുണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഫേമസ് ആയിട്ടുള്ളതുമാണ് സംസ്കൃത് ഡ്രാമ എന്നുള്ളത്. സംസ്കൃത നാടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേരളാസ് കൂടിയാട്ടം ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് ട്രഡിഷൻ. ഈ ഒരു ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് എന്ത്, കേരളത്തിലെ കൂടിയാട്ടം. കൂടിയാട്ടം മറ്റൊരു തരത്തിലുള്ള ഒരു ഡ്രാമയാണ്. According to the Natyashastra, drama should entertain, teach moral values, provide justice and help people achieve spiritual peace. നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, ഡ്രാമ എന്നുള്ളത്, നാടകങ്ങൾ എന്നുള്ളതാണ് എന്റർടൈൻ ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ടീച്ച് മോറൽ വാല്യൂസ്, പ്രൊവൈഡ് ജസ്റ്റിസ് ആൻഡ് ഹെൽപ്പ് പീപ്പിൾ അച്ചീവ് സ്പിരിച്വൽ പീസ്, ആത്മീയ സമാധാനം ലഭിക്കുക. ഇതിനൊക്കെ ഉള്ളതാണ് എന്ത്, നാടകങ്ങൾ. Therefore, Sanskrit plays usually have happy endings instead of tragic ones. ആയതുകൊണ്ട് തന്നെ ഈ സംസ്കൃത നാടകങ്ങളിൽ ഒരിക്കൽ പോലും ട്രാജിക് ആയിട്ടുള്ള, അതായത് ദുരന്ത രീതിയിലുള്ള എന്തുണ്ടായിരുന്നില്ല, അവസാനങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലായ്പ്പോഴും ഹാപ്പി എൻഡിങ്സ് ആണ്. വളരെ സന്തോഷകരമായ രീതിയിലാണ് എന്ത് ചെയ്തിരുന്നത്, സംസ്കൃത നാടകങ്ങൾ അവസാനിച്ചിരുന്നത്. അതിൽ പറയുന്നുണ്ട് രസ. രസ എന്ന് പറഞ്ഞാൽ എന്താ, ദ മെയിൻ എയിം ഓഫ് സംസ്കൃത് ഡ്രാമ ഈസ് രസ. സംസ്കൃത നാടകങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, രസയാണ്. എന്താ രസ എന്ന് പറഞ്ഞാല്, വിച്ച് മീൻസ് ദ ഇമോഷണൽ എൻജോയ്മെന്റ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഓഡിയൻസ്. കാണുന്ന ഓഡിയൻസ് എന്ത് ചെയ്യണം, ശരിക്കും അത് കണ്ട് എൻജോയ് ചെയ്യണം എന്നുള്ളതാണ്. ഡിഫറെന്റ് ഇമോഷൻസ് ടുഗെദർ ക്രിയേറ്റ് ദിസ് ഈസ്തെറ്റിക് പ്ലഷർ. അപ്പൊ ഒരുപാട് ഇമോഷൻസ് കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, രസ എന്നുള്ള ഒരു പ്ലഷർ, ആ ഒരു സന്തോഷം കിട്ടുന്നത്. അപ്പോൾ സംസ്കൃത നാടകങ്ങൾ എപ്പോഴും എന്താണ്, ഹാപ്പി എൻഡിങ്സിലാണ് ഉണ്ടായിരിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ട്രാജിക് വൺസ്. പിന്നെ പറയുന്നത് പലതരം പ്ലേസുകളെ കുറിച്ചിട്ടാണ്, ടൈപ്സ് ഓഫ് പ്ലേസ്. നാട്യശാസ്ത്ര ഡിവൈഡ്സ് പ്ലേസ് ഇൻ ടു ഡിഫറെന്റ് ടൈപ്സ്. നാട്യശാസ്ത്രത്തിൽ നാടകങ്ങളെ പലതായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് നാടക. നാടക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ബേസ്ഡ് ഓൺ മിത്സ് ആൻഡ് ഹീറോയിക് സ്റ്റോറീസ്. അതായത് പുരാണങ്ങളെ കുറിച്ച്, വീരകഥകളെയൊക്കെ എന്ത് ചെയ്താണ്, ബേസ് ചെയ്തിട്ടുള്ളതാണ് നാടകം വരുന്നത്. രണ്ടാമത് വരുന്നത് പ്രകരണ. എങ്ങനെയാണ് പ്രകരണ, ബേസ്ഡ് ഓൺ ഇമാജിനറി സ്റ്റോറീസ് ആണ്. അതായത് ഇമാജിനറി സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാങ്കല്പിക കഥകള്. നാടക അതിൽ പറയുന്നത് മിത്തുകളും ഹീറോയിക് സ്റ്റോറീസും ആണ്, പുരാണങ്ങളെ കുറിച്ചിട്ട് അതുപോലെ തന്നെ വീരകഥകളെ കുറിച്ചിട്ടാണെങ്കിൽ പ്രകരണയിൽ വരുന്ന എന്താണ്, ഇമാജിനറി സ്റ്റോറീസ് ആണ്, സാങ്കല്പിക കഥകളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സംസ്കൃത് പ്ലേ എന്ത് ചെയ്യുന്നുണ്ട്, 5 സ്റ്റേജുകളിലൂടെയാണ് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. എ സംസ്കൃത് പ്ലേ ഡെവലപ്സ് ത്രൂ 5 സ്റ്റേജസ്. ഏതൊക്കെയാണ് 5 സ്റ്റേജുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്, ബിഗിനിങ്. അല്ലെ, ഇതിനൊക്കെ സംസ്കൃത് ടേംസുകൾ ഉണ്ട്. ബിഗിനിങ് മീൻസ് എന്താണ്, മുഖ. രണ്ടാമത് ഡെവലപ്മെന്റ്, പ്രതിമുഖ. മൂന്നാമത് പറയുന്നത് ഗ്രോത്ത്, ഗർഭ. നാലാമത് ക്രൈസിസ്, വിമർശ. അഞ്ചാമത് കൺക്ലൂഷൻ, നിർവഹണം. അതായത് സംസ്കൃത് പ്ലേ ഡെവലപ്പ് ചെയ്യുന്നത് ത്രൂ ദീസ് 5 സ്റ്റേജസ് ആണ്. ദ സ്റ്റേജസ് ആർ ബിഗിനിങ്, ഡെവലപ്മെന്റ്, ഗ്രോത്ത്, ക്രൈസിസ്, കൺക്ലൂഷൻ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ സംസ്കൃത് ടേംസുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, സംസ്കൃത് ഡ്രാമയുടെ ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ്. ബൈലിംഗൽ ആണ്. എന്താണ് ബൈലിംഗൽ, ദ്വിഭാഷയാണ്. ദ്വിഭാഷ എന്ന് പറഞ്ഞാല് 2 തരം ഭാഷകൾ സാൻസ്ക്രിറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് 2 തരം ഭാഷകൾ ഉപയോഗിക്കുന്നത്, കിങ്സ്, ബ്രാഹ്മിൻസ് ആൻഡ് ക്ഷത്രിയാസ് സ്പീക്ക് സംസ്കൃത്. അതായത് നാടകങ്ങളില് കിങ്സ് അല്ലെ, രാജാക്കന്മാര്, ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, സ്പീക്ക് സംസ്കൃത്. അവര് സംസ്കൃതമാണ് സംസാരിക്കുന്നത്. പിന്നീട് രണ്ടാമത് ഭാഷ വുമൻ, സെർവൻസ്,
ചിൽഡ്രൻ ആൻഡ് കോമൺ പീപ്പിൾ സ്പീക്ക് പ്രാകൃത ഭാഷയുണ്ട് അല്ലെ. ഇതിൽ ഉപയോഗിക്കുന്ന സംസ്കൃത നാടകങ്ങളിൽ ബൈലിംഗൽ ആണ് യൂസ് ചെയ്യുന്നത്. അതില് കിങ്സ്, ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ് ദേ യൂസ് സാൻസ്ക്രിറ്റ് ആൻഡ് വുമൻ, സെർവൻസ്, ചിൽഡ്രൻ ആൻഡ് കോമൺ പീപ്പിൾ ഒക്കെ എന്ത് ചെയ്യുന്നു, പ്രാകൃത ഭാഷയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? ദിസ് ഹെൽപ്ഡ് ഡിഫറെന്റ് ഗ്രൂപ്സ് ഓഫ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ പ്ലേ. അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്തു, നാടകങ്ങൾ മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാനും ഇത് സഹായിക്കുകയാണ് ചെയ്തത്. ഇറ്റ് ഹെൽപ്ഡ് ഡിഫറെന്റ് ഗ്രൂപ്സ് ഓഫ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ പ്ലേ. അല്ലെ, സംസ്കൃത നാടകങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു. എന്ത് തരം ഓഡിയൻസുകളാണ് സംസ്കൃത ഡ്രാമയ്ക്ക് ഉണ്ടായിരുന്നത്? സംസ്കൃത് ഡ്രാമയ്ക്ക് പലതരം ഓഡിയൻസുകൾ ഉണ്ടായിരുന്നു. ബട്ട് മെയിൻലി എൻജോയ്ഡ് ബൈ കിങ്സ്, നോബിൾസ് ആൻഡ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ്. അല്ലെ, വിദ്യാസമ്പന്നരായവര്, രാജാക്കന്മാര് പോലുള്ളവരൊക്കെയാണ് എന്ത് ചെയ്തിരുന്നത്, രാജാക്കന്മാരൊക്കെയാണ് സംസ്കൃത് ഡ്രാമ മെയിൻലി എൻജോയ് ചെയ്തിരുന്നത്. ഫോക്ക് തിയേറ്റർ ആൻഡ് സ്ട്രീറ്റ് പ്ലേസ് വെർ മോർ പോപ്പുലർ എമംഗ് ഓർഡിനറി പീപ്പിൾ. സാധാരണ ആളുകൾ എന്താണ് എൻജോയ് ചെയ്തത്? ദേ എൻജോയ്ഡ് ഫോക്ക് തിയേറ്റർ ആൻഡ് സ്ട്രീറ്റ് പ്ലേസ്. തെരുവ് നാടകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എന്ത് ചെയ്തത്, ഓർഡിനറി പീപ്പിൾ എൻജോയ് ചെയ്തിരുന്നത്. ഇനി പലതരം ആക്ടേഴ്സുകൾ ഉണ്ടായിരുന്നു അല്ലെ. എങ്ങനെയുള്ള ആക്ടേഴ്സുകളാണ് ഡ്രാമയിൽ ഉണ്ടായിരുന്നത്? അൺലൈക്ക് യൂറോപ്യൻ ഡ്രാമ, സാൻസ്ക്രിറ്റ് ഡ്രാമ അലൗഡ് വുമൺ ടു ആക്ട്. യൂറോപ്യൻ ഡ്രാമയിൽ ഒരു കാലത്ത് സ്ത്രീകളെ അഭിനയിക്കാൻ അനുവദിച്ചിരുന്നില്ല. പക്ഷെ സംസ്കൃത് ഡ്രാമയിൽ അങ്ങനെയിരുന്നില്ല. ദേ അലൗഡ് വുമൺ ടു ആക്ട്. സ്ത്രീകൾക്ക് അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എന്ത് ചെയ്തു, അവർ കൊടുത്തു. പ്ലേസ് കുഡ് ബി പെർഫോംഡ് ബൈ മെൻ, വുമൻ ഓർ ബോത്ത് ടുഗദർ. നാടകങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചൊക്കെ എന്ത് ചെയ്തു, അഭിനയിച്ചു. പക്ഷെ അന്നത്തെ കാലത്ത് യൂറോപ്യൻ ഡ്രാമയിൽ അങ്ങനെ അഭിനയിക്കില്ലായിരുന്നു. ഇനി എന്താണ് സംഭവിച്ചത് അല്ലെ? എന്തായിരുന്നു അതിന്റെ ഡിക്ലൈൻ? ഡിക്ലൈൻ മീൻസ് എന്താണ്? അതിന്റെ തകർച്ച അല്ലെ. എങ്ങനെയാണ് അത് തകർച്ചയിലേക്ക് എത്തുന്നത്? സംസ്കൃത് ഡ്രാമ ലേറ്റർ ബിക്കെയിം ലെസ് പോപ്പുലർ അല്ലെ. ഒരു കാലത്ത് വളരെ ഫേമസ് ആയിരുന്നു സംസ്കൃത് ഡ്രാമ. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനെന്ത് ചെയ്തു, ആ ഒരു പോപ്പുലാരിറ്റി കുറഞ്ഞു. എന്തായിരിക്കും കുറഞ്ഞിട്ടുണ്ടായിരുന്നു? ഗിവൻ സം സെന്റൻസ് ഓർ സം പോയിന്റ്സ്. എന്തൊക്കെ ചില പോയിന്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സംസ്കൃത് സ്റ്റോപ്പ്ഡ് ബീയിങ് എ കോമൺ ലാംഗ്വേജ്. അതായത് ഒരു കാലത്ത് സംസ്കൃത് കോമൺ ലാംഗ്വേജ് ആയിരുന്നു, പിന്നീട് അത് മാറി. റൈറ്റേഴ്സ് സ്ട്രിക്ട്ലി ഫോളോഡ് ഓൾഡ് റൂൾസ് ആൻഡ് ഡിഡ് നോട്ട് എക്സ്പെരിമെന്റ് മച്ച്. എഴുത്തുകാർ എന്ത് ചെയ്തു, പുതിയ എക്സ്പെരിമെന്റ്സുകളൊന്നും കണ്ടെത്തിയില്ല. അവര് പഴയ റൂൾസുകൾ മാത്രം ഫോളോ ചെയ്തു അല്ലെ. കാരണങ്ങൾ എന്തൊക്കെയാണ്? കോമൺ ലാംഗ്വേജ് എന്നുള്ള രീതി അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ റൈറ്റേഴ്സ്, എഴുത്തുകാർ എന്ത് ചെയ്തു, ദേ സ്ട്രിക്ട്ലി ഫോളോഡ് ഓൾഡ് റൂൾസ്. പഴയ റൂൾസുകൾ മാത്രം ഫോളോ ചെയ്തു. അവരൊരിക്കലും പുതിയതായിട്ടൊന്നും കണ്ടെത്തിയില്ല. ഈവൻ ടുഡേ ഹവർ സം പ്ലേ റൈറ്റ്സ് സ്റ്റിൽ റൈറ്റ് സംസ്കൃത് പ്ലേസ്. പക്ഷെ എന്നാലും ഇപ്പോഴും ചില പ്ലേ റൈറ്റ്സ്, നാടകകൃത്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, സാൻസ്ക്രിറ്റ് പ്ലേസുകൾ എഴുതുന്നുണ്ട്, സംസ്കൃത നാടകങ്ങൾ എഴുതുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റ്സുകളെ കുറിച്ചിട്ടാണ്. അതായത് സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റ്സുകൾ ആരൊക്കെയാണെന്നുള്ളത്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പ്ലേ റൈറ്റ്സുകൾ ഉണ്ട്. കാരണം അവരാണ് എന്ത് ചെയ്തത്, സാൻസ്ക്രിറ്റ് ഡ്രാമ വളരെ ഇമ്പോർട്ടന്റ് ആക്കിയതും വളരെ ഫേമസ് ആക്കിയതും. മെനി ഫേമസ് പ്ലേ റൈറ്റ്സ് മെയ്ഡ് സാൻസ്ക്രിറ്റ് ഡ്രാമ ഗ്രേറ്റ് അല്ലെ. ഈ ഒരു സാൻസ്ക്രിറ്റ് ഡ്രാമയെ ഇത്രത്തോളം വളർത്തിയത് ഒരുപാട് ഫേമസ് പ്ലേ റൈറ്റ്സ് ആണ്. ഇമ്പോർട്ടന്റ് റൈറ്റേഴ്സ് അല്ലെ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഭാസ, ശുദ്രക, ഭവഭൂതി, ഹർഷ, കാളിദാസ. മോസ്റ്റ് ഓഫ് ദം റിസീവ്ഡ് സപ്പോർട്ട് ഫ്രം കിങ്സ്. വളരെ ഫേമസ് ആയിട്ടുള്ള അന്നത്തെ റൈറ്റേഴ്സ് ആണ് ഭാസ, ശുദ്രക, ഭവഭൂതി, ഹർഷ, കാളിദാസ. ഇവരൊക്കെ എന്ത് ചെയ്താണ്, രാജാക്കന്മാരായിട്ട് അംഗീകരിക്കപ്പെട്ട റൈറ്റേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഭാസയെ കുറിച്ച് പറയുന്നു. ഭാസ ലിവ്ഡ് ബിഫോർ കാളിദാസ. കാളിദാസന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ഭാസ. ഹിസ് പ്ലേസ് വെർ റീഡിസ്കവേർഡ് ഇൻ ദ ഏർലി 19th ആഫ്റ്റർ ബീയിങ് ലോസ്റ്റ് ഫോർ മെനി സെഞ്ചുറീസ്. 19ാം നൂറ്റാണ്ടുകളിലാണ് എന്ത് ചെയ്തിരുന്നത്, അദ്ദേഹത്തിന്റെ പ്ലേസുകൾ വീണ്ടും റീഡിസ്കവർ ചെയ്യുക ചെയ്തത്. കാരണം കാളിദാസന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ഭാസ. ഹി യൂസ്ഡ് സ്റ്റോറീസ് ഫ്രം ദ മഹാഭാരത, രാമായണ ആൻഡ് പുരാണാസ്. അദ്ദേഹത്തിന്റെ കഥകളൊക്കെ എങ്ങനെയായിരുന്നു, മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നും പുരാണങ്ങളിൽ നിന്നൊക്കെ എടുത്ത കഥകളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഹി ഡിഡ് നോട്ട് ഓൾവേസ് ഫോളോ ദ റൂൾസ് ഓഫ് ദ നാട്യശാസ്ത്ര, ഷോയിങ് ഹിസ് ഒറിജിനാലിറ്റി. അദ്ദേഹം എന്താ ചെയ്തത്, ഒരിക്കൽ പോലും നാട്യശാസ്ത്രത്തിലെ റൂൾസുകൾ, നിയമങ്ങളൊന്നും എന്ത് ചെയ്തിരുന്നില്ല, ഫോളോ ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ പ്ലേ ആയിരുന്നു സ്വപ്ന വാസവദത്ത. അദ്ദേഹത്തിന്റെ ഫേമസ് പ്ലേ ആണ് സ്വപ്ന വാസവദത്ത. ഇറ്റ് കമ്പൈൻസ് റൊമാൻസ്, പൊളിറ്റിക്സ് ആൻഡ് അഡ്വഞ്ചർ.
അതിനകത്ത് റൊമാൻസ്, പൊളിറ്റിക്സ്, അഡ്വഞ്ചർ ഒക്കെ എന്ത് ചെയ്തിരുന്നു, നിലകൊണ്ടിരുന്നു. ഭാസ വാസ് ഡിഫറെന്റ് അല്ലെ, ഭാസ വളരെ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം നാട്യശാസ്ത്രത്തിലെ റൂൾസുകളൊന്നും ഫോളോ ചെയ്തിരുന്നില്ല. പിന്നെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ഷീ ഷോഡ് ട്രാജിക് എൻഡിങ്സ്. അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ എപ്പോഴും ട്രാജിക് എൻഡിങ്സ് ആണ് ഉണ്ടായിരുന്നത്, ഒരിക്കലും ഹാപ്പി എൻഡിങ്സ് ഉണ്ടായിരുന്നില്ല. ഹി പ്രസന്റഡ് ഹീറോസ് ലൈക്ക് കർണ ആൻഡ് ദുര്യോധന സിമ്പത്തറ്റിക്കലി. അദ്ദേഹത്തിന്റെ ഹീറോസ്, അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ ഉണ്ടായിരുന്ന ഹീറോസ് ഒക്കെ കർണനും അതുപോലെ തന്നെ ദുര്യോധനനും ഒക്കെ ആയിരുന്നു. അത് വളരെ സിമ്പത്തറ്റിക്കൽ ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവര് പ്രസന്റ് ചെയ്തു. പിന്നെ പറയുന്നത് എന്താണ്? ഹി ഷോഡ് വയലൻസ് ഓൺ സ്റ്റേജ് വിച്ച് വാസ് യൂഷ്വലി അവോയ്ഡഡ്. അതായത് സ്റ്റേജിൽ അദ്ദേഹം വയലൻസ് അല്ലെ, അക്രമങ്ങളൊക്കെ എന്ത് ചെയ്തു, ഷോ ചെയ്തു. പക്ഷെ അതൊന്നും ഒരിക്കലും നാടകത്തിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോ ഭാസ വളരെ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. ഒരിക്കലും നാട്യശാസ്ത്രത്തിലെ റൂൾസുകൾ അദ്ദേഹം ഫോളോ ചെയ്തിരുന്നില്ല. പിന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഹി ഷോഡ് ട്രാജിക് എൻഡിങ്സ് അല്ലെ, ട്രാജിക് എൻഡിങ്സ് ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻസ് അല്ലെ, പ്രസന്റേഷൻസിൽ കർണനും ദുര്യോധനൊക്കെ വളരെ സിമ്പത്തറ്റിക് ആയിട്ട് യൂസ് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റേജിൽ വയലൻസ് കൊണ്ടുവന്നു. ഇതൊക്കെയാണ് അദ്ദേഹം വളരെ ഡിഫറെന്റ് ആയിരിക്കാൻ കാരണം. പിന്നെ പറഞ്ഞത് ശൂദ്രകയാണ് അല്ലെ, ശുദ്രക. ശുദ്രക എന്തായിരുന്നു? ഹി വാസ് എ കിങ് ആൻഡ് പോയറ്റ്. അതേസമയം രാജാവും കവിയുമായി. കിങ് ആൻഡ് പോയറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ പ്ലേ ആണ് മൃച്ഛകതിക. മൃച്ഛകതിക മീൻസ് ദ ലിറ്റിൽ ക്ലേ കാർഡ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേ ആണിത്. ഇറ്റ് ടെൽസ് ദ ലവ് സ്റ്റോറി ഓഫ് ചാരുദത്ത, എ പുവർ മെർച്ചന്റ്, ആൻഡ് വസന്തസേന, എ കോഴ്സൺ. അദ്ദേഹത്തിന്റെ ഈ ഒരു മൃച്ഛകതിക എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കായിരുന്നു. അതിൽ ചാരുദത്തയുടെയും വസന്തസേനയുടെയും എന്ത് ചെയ്യാണ്, ചാരുദത്തന്റെയും വസന്തസേനയുടെയും പ്രണയത്തെ കുറിച്ചിട്ടാണ്, അവരുടെ ലവ് സ്റ്റോറി ആയിരുന്നു. ദ പ്ലേ ഹാസ് റൊമാൻസ്, ഹ്യൂമർ, സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് എ ഹാപ്പി എൻഡിങ്. പ്ലേ എങ്ങനെയുള്ളതായിരുന്നു? ഹ്യൂമർ, സോഷ്യൽ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടായിരുന്നു. ഇറ്റ് ഗിവ്സ് എ റിയലിസ്റ്റിക് പിക്ചർ ഓഫ് സിറ്റി ലൈഫ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മൃച്ഛകതിക എന്നുള്ള കഥയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഡ്രാമയിലൂടെ ശുദ്രക എന്ത് ചെയ്തു, സിറ്റി ലൈഫിനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിരുന്നു. അടുത്തത് പറയുന്നത് ഭവഭൂതിയാണ്. ഭവഭൂതി വാസ് ആൻ 18th സെഞ്ചുറി സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റ് ആണ്. സോറി, നോട്ട് 18th, 8th സെഞ്ചുറി. 8th സെഞ്ചുറി സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റ് ആണ് ഭവഭൂതി. അദ്ദേഹം എഴുതിയത് ഹി റോട്ട് മഹാവീരചരിത, അതുപോലെ തന്നെ ഉത്തര രാമചരിത. ബോത്ത് ആർ ബേസ്ഡ് ഓൺ ദ രാമായണ. രാമായണത്തിനെ ബേസ് ചെയ്തിട്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ള എന്താണ് അദ്ദേഹത്തിന്റെ ഡ്രാമകളായിരുന്നു മഹാവീരചരിതയും അതുപോലെ തന്നെ ഉത്തര രാമചരിതയൊക്കെ. അദ്ദേഹത്തിന്റെ തേർഡ് പ്ലേ ആയിരുന്നു മാലതി മാധവ. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നാടകമായിരുന്നു മാലതി മാധവ. ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് മാലതി ആൻഡ് മാധവ. അത് മാലതിയുടെയും മാധവന്റെയും എന്ത് ചെയ്തു, പ്രണയമായിരുന്നു. ഇറ്റ് മിക്സസ് റൊമാൻസ് വിത്ത് ഹൊറർ ആൻഡ് സൂപ്പർ നാച്ചുറൽ ഇവന്റ്സ്. അത് എങ്ങനെ, അതിന്റെ തീം എന്ന് പറഞ്ഞാൽ റൊമാൻസും അതുപോലെ തന്നെ ഹൊറർ ആൻഡ് സൂപ്പർ നാച്ചുറൽ ഇവന്റ്സുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തേർഡ് പ്ലേ. ഭവഭൂതിയുടെ എഴുത്തിന്റെ സ്റ്റൈൽ എങ്ങനെയായിരുന്നു, എന്തൊക്കെ ശൈലിയായിരുന്നു? സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ് ആയിരുന്നു. വളരെ ലളിതമായതും ക്ലിയർ ലാംഗ്വേജും ആയിരുന്നു. വെരി ലിറ്റിൽ കോമഡി, വളരെ കുറച്ച് മാത്രം കോമഡി ഉപയോഗിച്ചു. ഫോക്കസ് ഓൺ സീരിയസ് ഇമോഷൻസ് ലൈക്ക് ഫിയർ, ആങ്കർ ആൻഡ് സോറോ. അദ്ദേഹത്തിന്റെ തീം ഇമോഷൻസ് എന്തായിരുന്നു? എപ്പോഴും ഫിയർ, പേടി, ആങ്കർ, ദേഷ്യം, സങ്കടം, ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു, ഫോക്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കമ്പൈൻസ് ഹീറോയിസം, റൊമാൻസ് ആൻഡ് ഹൊറർ. എല്ലാം ഒരു മിക്സഡ് ആയിരുന്നു എന്ത്, അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ പറഞ്ഞാണ് കാളിദാസ, ദ മോസ്റ്റ് ഫേമസ് പേഴ്സൺ, ദ ഗ്രേറ്റസ്റ്റ് സംസ്കൃത് പ്ലേ റൈറ്റ് ആണ്. ഹീസ് നോൺ ആസ് ഇന്ത്യൻ ഷേക്സ്പിയർ. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നു. ഹി യൂസ്ഡ് സ്റ്റോറീസ് ഫ്രം ദ വേദാസ്, പുരാണാസ് ആൻഡ് എപ്പിക്സ്. പുരാണത്തിൽ നിന്നും അതുപോലെ തന്നെ എപ്പിക്സിൽ നിന്നൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കഥകൾ വന്നു. പ്രസന്റഡ് ദം ഇൻ എ ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ വേ. പുരാണത്തിൽ നിന്നും വേദത്തിൽ നിന്നൊക്കെ എടുത്തതാണെങ്കിലും വളരെ ഫ്രഷ് ആയതും വളരെ ബ്യൂട്ടിഫുൾ ആയ രീതിയിൽ എന്ത് ചെയ്തു, വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് പ്ലേസുകൾ ഏതൊക്കെയായിരുന്നു? മാളവിക നിമിത്രം, മാളവികാഗ്നിമിത്രം, അതുപോലെ തന്നെ വിക്രമോർവാസ്യം, പിന്നെ അഭിജ്ഞാന ശാകുന്തളാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പോയംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. രഘുവംശ, കുമാരസംഭവ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് കവിതകളാണ്, ഫേമസ് ആയിട്ടുള്ള പോയംസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ഡ്രാമയുടെ തുടക്കത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സംസ്കൃത് ഡ്രാമയെ കുറിച്ചിട്ടും അതിലെ പ്രധാനപ്പെട്ട ഫേമസ് റൈറ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു.
അപ്പൊ ഒരു ഓവറോൾ സമ്മറി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തത്, കാളിദാസ അഭിജ്ഞാന ശാകുന്തളം എന്നുള്ള ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലെ. അപ്പൊ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലെ ഒരു ടോട്ടൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ളതാണ് ലാസ്റ്റ് സമ്മറിയിൽ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്ത് മെയിൻലി ഫ്രം ദ വേദിക് ട്രഡിഷൻ അല്ലെ, വേദിക് കാലഘട്ടം മുതലേ ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദ നാട്യശാസ്ത്ര ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സംസ്കൃത് ഡ്രാമ. സംസ്കൃത് ഡ്രാമയുടെ ഫൗണ്ടേഷൻ, അടിത്തറ എന്ന് പറയുന്നത് എന്താണ്, നാട്യശാസ്ത്രമാണ്. സംസ്കൃത് ഡ്രാമ എയിംസ് ടു എന്റർടൈൻ, എഡ്യൂക്കേറ്റ് ആൻഡ് പ്രൊവൈഡ് സ്പിരിച്വൽ ജോയ്. സംസ്കൃത് ഡ്രാമകൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് എയിംസ് അല്ലെ, അത് ലക്ഷ്യമാക്കുന്നത് എന്റർടൈൻ, എഡ്യൂക്കേറ്റ് ആൻഡ് പ്രൊവൈഡ് സ്പിരിച്വൽ ജോയ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എന്താണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് എന്താണ്, രസയാണ്. അതായത് ആളുകളെ എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്ത് പറയുന്നത് എന്താണ്, സംസ്കൃത് പ്ലേസ് യൂഷ്വലി ആൻഡ് ഹാപ്പിലി. സംസ്കൃത് പ്ലേസിന് എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടായിരിക്കും. ദെൻ ഫേമസ് പ്ലേ റൈറ്റ്സുകളെ കുറിച്ച് പറഞ്ഞു, ഭാസ, ശുദ്രക, ഭവഭൂതി, ഹർഷ ആൻഡ് കാളിദാസ. അതിൽ കാളിദാസ ഇസ് കൺസിഡേർഡ് ദ ഗ്രേറ്റസ്റ്റ് സംസ്കൃത് ഡ്രാമാറ്റിസ്റ്റ്. ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളതായിട്ടുള്ള ഡ്രാമാറ്റിസ്റ്റ് ആണ് ആര്, കാളിദാസ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സംസ്കൃത് ഡ്രാമ എന്നുള്ളത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് എവിടെ, ഇന്ത്യൻ കൾച്ചറിലും അതുപോലെ തന്നെ ലിറ്ററേച്ചറിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ലെസൺ. ഓക്കെ, താങ്ക് യു.